ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഡെയിലി വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പഠിച്ചുള്ളൂ 9:30 ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഡെയിലി വ്ലോഗ് ഇവിടെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ചായ വെക്കലാണ്. അതാണല്ലോ ആദ്യത്തെ നമ്മുടെ പരിപാടി. ചായ കുടിച്ച് തന്നെയാണ് ഞാനും എല്ലാ ദിവസവും തുടങ്ങുന്നത്. ചില സമയത്ത് ഞാൻ ചായ കുടിക്കാറില്ല, പക്ഷെ ചില സമയത്ത് ചായ കുടിക്കും. അതൊക്കെ എൻ്റെ അന്നത്തെ മൂഡ് പോലെ ഇരിക്കും. പക്ഷെ എല്ലാത്തിനും മുന്നേ ഞാനൊരു ഗ്ലാസ് വെള്ളം കുടിക്കണം, അതെനിക്ക് നിർബന്ധമാണ് കേട്ടോ. അങ്ങനെ അന്നത്തെ വെള്ളം കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഇരിക്കുകയാണ്. എന്തിനോ ഇനി അടുത്ത പണി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചുള്ള ഇരുത്തമായിരിക്കും. അപ്പോഴാണ് ഓർമ്മ വന്നത് ചായ അവിടെ വെച്ചിട്ടുണ്ടല്ലോ എന്നുള്ള കാര്യം. അങ്ങനെ ഏലക്കയൊക്കെ ഇട്ട് തിളക്കുന്നത് വെയിറ്റ് ചെയ്തുകൊണ്ട് ഞാൻ ഇരിക്കുകയാണ്. തിള വരുന്നതിന് മുന്നേ തന്നെ തിള വന്നപ്പോ ലേശം ആവശ്യത്തിന് ചായപ്പൊടി ചേർക്കുന്നു. അങ്ങനെ ചായയായി വന്നു. അടുത്തത് നമ്മൾ ചായ ഒഴിക്കുന്ന പ്രോസസ്സാണ്. ഞങ്ങളിവിടെ 2 പേരാണല്ലോ ഇപ്പൊ നിലവിലുള്ളത്. അതുകൊണ്ട് എനിക്കും ഉമ്മിക്കും ഞാനിത് ചായ കലക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ രാവിലെ ഏലക്കയിട്ട് ചായ എന്നൊക്കെ പറയുമ്പം ഒരു രസമാണ് അല്ലേ. ഏലക്ക ഇടാണ്ടും ചായ നല്ലതാണ്. എന്നാലും ഏലക്ക ഇടുന്നതിന്റെ സുഖം ഏലക്ക ഇടാണ്ടിരിക്കുമ്പോൾ കിട്ടുന്നില്ലല്ലോ. സോ ഞാൻ എന്തായാലും ഏലക്ക ഇടാന്ന് വിചാരിച്ചു. സാധാരണ എനിക്ക് കോഫിയാണ് അധികവും കൂടുതൽ ഇഷ്ടം. പക്ഷെ ഇപ്പം കോഫി ഞങ്ങൾ മേടിക്കുന്ന കടയിൽ കോഫി തന്നെ ഇല്ല. സോ ഞങ്ങളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ചായയിലാണ് ജീവിച്ചു പോകുന്നത്. കുഴപ്പമില്ല, ചായയിലും ഒരു വൈബാണ്. അങ്ങനെയൊക്കെ പോട്ടെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഉമ്മ പറയുന്നത് ചായ ഒരു തള്ള വൈബാണെന്ന്. അങ്ങനെ ആണോ ഗൈസ്? എന്ത് വൈബാണെന്ന് തന്നെ നമുക്ക് കുടിക്കാനുള്ള നമ്മൾ കുടിക്കണം, അത് വേറെ കാര്യം. ഉമ്മിക്ക് ഷുഗറിന്റെ അസുഖമുള്ളതുകൊണ്ട് ഉമ്മിക്ക് പഞ്ചസാര ഇല്ല ഗൈസ്, എനിക്ക് മാത്രമേ ഷുഗർ. ചായ കുടിക്കാൻ പോകുമ്പോഴാണ് ഇവിടെ ഉപ്പുമാവിന്റെ ഉണ്ടാക്കുന്ന പ്രോസസ്സ് ഞാനിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു അതും കൂടി വീഡിയോ എടുത്തേക്കാം. എന്തായാലും ഉമ്മയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, അപ്പൊ പിന്നെ ഉമ്മക്ക് സങ്കടമാവണ്ടല്ലോ എന്ന് വിചാരിച്ചു. ആ ചുളിവ് സമയത്തിലാണ് ഞാൻ ചായ കുടിക്കാൻ പോകുന്നത്. അപ്പം എൻ്റെ കണ്ണും മൂക്കുള്ള ബിസ്ക്കറ്റ്, അതാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു ഫേവറേറ്റ് സാധനം. അപ്പൊ ഞാനത് ചായയൊക്കെ ആയിട്ട് ഇങ്ങനെ മിന്നിക്കാണ് ഗായ്സ്. നോർമലി എനിക്ക് ഏതേലും ഒരു പലഹാരത്തിൽ ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് പോണത് എനിക്ക് താല്പര്യമില്ല. പല സമയത്ത് പലതാവണം, പല സമയത്ത് പല ഫേവറേറ്റ് ആയിരിക്കും. ഇപ്പൊ ഉള്ളത് പിന്നീട് എപ്പോഴേലും ഫേവറേറ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നും ചിലപ്പോൾ ഞാൻ പറയും. അങ്ങനെ ചായ കുടിക്കൽ പരിപാടി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് രാവിലെ തന്നെ എനിക്കൊരു പണിയുണ്ടെന്നുള്ള കാര്യം. അങ്ങനെ ഞാനിതാ ഇറങ്ങി നടന്നിട്ടാണ് പോകുന്നത്. പിന്നെ ഉമ്മിയും ഇല്ല, ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് നേരത്തെ ഒന്നുമല്ല കേട്ടോ, 9:30-10 മണിയായി. അതിന്റെ ഇടയിലാണ്, കാരണം ഓഫീസ് തുറക്കണമെങ്കിൽ 10 മണിയാവും. അപ്പം ആ ഒരു ടൈം കണക്കാക്കിയിട്ടാണ് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അപ്പൊ ഏറെക്കുറെ നമ്മൾ ജംഗ്ഷൻ എത്തിയതാ, നമ്മളെ പോസ്റ്റ് ഓഫീസ് എത്തി. സത്യം പറഞ്ഞു കഴിഞ്ഞാല് പോസ്റ്റ് ഓഫീസ് എനിക്ക് നല്ല പോസ്റ്റാണ് ഇപ്രാവശ്യം തന്നിക്കുന്നത്. എന്തായാലും ആ പോസ്റ്റ് ഒന്നും ഞാൻ വകവയ്ക്കാതെ വീഡിയോ എടുക്കുന്നതിൽ മുഴുകി അങ്ങ് ഇരുന്നു. അങ്ങനെ ഏറെക്കുറെ 1 മണിക്കൂർ പോസ്റ്റായി ഇരുന്ന ഞാൻ എന്റെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാനിതാ ഇറങ്ങിയിരിക്കുകയാണ്. തിരിച്ചിതാ വീട്ടിലോട്ട് നടക്കുന്നു. എനിക്ക് വണ്ടി ഇല്ലാത്തതിന് തണ്ണം എനിക്ക് ഒരുപാടുണ്ട്. വാപ്പാനോട് ഒരുപാട് പ്രാവശ്യം റിക്വസ്റ്റ് ചെയ്തു, വണ്ടി വാങ്ങ് വാങ്ങിച്ചെന്നില്ല ഗൈസ്. അങ്ങനെ ഞാൻ ആ സങ്കടത്തിൽ നടന്ന് എന്റെ വീടിന്റെ സൈഡിലുള്ള റോഡ് എത്തിയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി നടക്കാനേ ഉള്ളൂ. അപ്പോ അതും കൂടി കിടന്നിട്ട് ഞാനിതാ വീടെത്താൻ പോകുന്നു. സത്യം പറയാലോ നല്ല ചൂടാണെന്ന് പറഞ്ഞാല് ഈ അടുത്ത കാലത്തൊന്നും കൽപ്പേനി ദ്വീപിൽ ഇത്രയും ചൂട് അനുഭവപ്പെട്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല. പിന്നെ ആകെ ഒരു ആശ്വാസം, വീടിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഇത്രയും ചൂടില്ലല്ലോ എന്നുള്ളൊരു സമാധാനം മാത്രമാണ്. പിന്നെ ഞാൻ വരുമ്പോഴത്തേക്ക് ഉമ്മി ഇവിടെ ഇല്ലേനു. ഉമ്മി ഇവിടെ ലോക്ക് ചെയ്തിട്ട് പുറത്ത് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു, എന്തെങ്കിലും ആവശ്യത്തിന് പോയിട്ടുണ്ടാവും. ഞാനാണെങ്കിൽ ഓപ്പൺ ആക്കി ഇതാ വീട്ടിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ എനിക്കൊരു സമാധാനം, ഇതെന്നില്ലാത്തൊരു സമാധാനമാണ് ഗൈസ്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും കുറച്ചു നേരം കാറ്റുകൊള്ളാനിരിക്കാം. അങ്ങനെ ആ ഒരു ഇരുത്തം ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാനിങ്ങനെ കുറേ നേരം ഇരുന്നു, അതായത് ഇങ്ങനെ കാറ്റ് കൊണ്ടിട്ട് റിലാക്സ് ആയിട്ട് കുറേ നേരം ഇരുന്നു. പക്ഷേ ഉണ്ടല്ലോ, അപ്പോഴും നമുക്ക് ആ ഒരു വേർപ്പ് അല്ലെങ്കിൽ ഇതൊന്നും ആറാത്ത മട്ടിലാണ് നമ്മളെ ഒരു ബോഡി തന്നെ ഉള്ളത്, കാരണം അത്രയും ചൂടാണ്. അപ്പം എന്തായാലും ഒരുപാട് വെള്ളം കുടിക്കണം, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുക എല്ലാവരും. അങ്ങനെ ഞാൻ കുറച്ചു നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം പിന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. സാധാരണ ഞാൻ നേരത്തെയും കാലത്തൊക്കെ കഴിക്കുന്നതാണ്, പക്ഷെ ഇന്നിപ്പോൾ രാവിലത്തെ പരിപാടി അർജന്റ് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും ലേറ്റ് ആയിപ്പോയത്. എന്നാലും കുഴപ്പമില്ല. ഞാനിതാ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഉപ്പുമാവായിരുന്നു. പിന്നെ ഞാൻ TV ഒക്കെ കണ്ടത് ആ ഉപ്പുമാവൊക്കെ കഴിച്ച് അങ്ങനെ അതും കഴിഞ്ഞ് പിന്നെ നോക്കുമ്പോൾ ഉച്ചക്കലത്തേക്കുള്ള കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഉമ്മ. കറി എന്ത് കറിയാന്ന് ചോദിച്ചാൽ ഉമ്മയ്ക്ക് തന്നെ വലിയ ഐഡിയ ഒന്നുമില്ല, എന്തൊരുമാതിരി കറി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഇപ്പുറത്താണെങ്കിൽ ചോറ് ഇങ്ങനെ തിളച്ചോണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ചോറും കറിയും അച്ചാറും, ഇത് നമ്മുടെ കറിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന സാധനമാണ്. ഈ കറിക്ക് വേറൊരു പ്രത്യേകതയുണ്ട്. ഒരു ബന്ധമില്ലാത്ത കുറെ സാധനങ്ങളാണ് നമ്മുടെ ഉമ്മ ഇന്ന് ഈ കറിയിൽ ചെയ്തിട്ടുള്ളത്. എന്തൊക്കെ തന്നെ ആയാലും കഴിച്ചു വന്നപ്പം മാഷാ അല്ലാഹ് അടിപൊളി കറി തന്നെയായിരുന്നു.
അങ്ങനെ ഞാനിതാ ഏതോ ഒരു മൂവിയും വെച്ചിട്ട് ഫുഡ് കഴിക്കാൻ ഇവിടെ ഇരിക്കുന്നു. ഇനി മൂവി ആണെങ്കിലും എന്തുണ്ടെങ്കിലും ഞാൻ എൻ്റെ ഫുഡ് കഴിക്കല് ഭയങ്കര ആസ്വദിച്ചിട്ട് തന്നെയാണ് കഴിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തട്ടിക്കൂട്ട് കറി ആണെന്നുണ്ടെങ്കിലും കറി ഒരു രക്ഷയില്ലാത്ത കറിയായിരുന്നു. ലുക്കും ഇല്ല വലിയ, പക്ഷെ എന്നാലും നല്ല ടേസ്റ്റുള്ള കറിയായിരുന്നു. വിത്ത് അച്ചാറ് ഞാൻ അങ്ങനെ അടിപൊളിയായിട്ട് ആസ്വദിച്ച് തന്നെയാണ് കഴിച്ചിട്ടുള്ളത്. അങ്ങനെ ആഫ്റ്റർ ദ കഴിക്കൽ ഫ്ലൈറ്റ്സ് ഒക്കെ കഴുകി എല്ലാം ചെയ്ത് എല്ലാം പണിയൊക്കെ കഴിഞ്ഞ് ഒരു മധുരമുള്ള സാധനം കഴിക്കുക എന്നുള്ള കാര്യം അതെന്തോ എനിക്ക് വല്ലാത്തൊരു ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ വീട്ടിലുള്ളതെന്ന് ഇപ്പം നിലവിലുള്ളതെന്ന് വെച്ചാൽ ഈത്തപ്പഴമാണ്. അപ്പം ഞാൻ അതും കൂടി എടുത്ത് കഴിച്ചു. ഞാൻ കുറച്ചു നേരം അവിടെ ഹാളിൽ തന്നെ ഇരുന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ഉറക്കം വന്നു. എന്തായാലും ഒരു ഉറക്കമൊക്കെ പാസ്സാക്കിയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഞാൻ അങ്ങനെ റൂമിൽ പോയി കിടന്നു. എന്തായാലും ഉച്ചയ്ക്കുള്ള ഒരു ഉറക്കം എണീക്കുമ്പോ പിന്നെ ഒരു സുഖമുണ്ട് മക്കളെ. അങ്ങനെ എന്റെ ഉറക്കം അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം ഇപ്പൊ ഒരു 4:45 ആയിട്ടുണ്ട്. എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒരു കിളി പോലത്തെ ഒരു നടത്തമാണ്. പിന്നെ ഞാനിങ്ങനെ പുറത്തു വന്നിട്ട് ഇങ്ങനെ കുറച്ചു നേരം മുറ്റത്തെ കാഴ്ചകളൊക്കെ കണ്ട് കാണാനും മാത്രം കാഴ്ചകളൊന്നും ഇല്ല, എന്നാലും വെറുതെ ഇങ്ങനെ കുത്തിയിരിക്കും. അതെന്തോ ഒരു സുഖമാണ്. അപ്പോഴാണല്ലോ നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് ഷട്ട് ഡൗണിൽ നിന്ന് ഓണായി വന്ന് പിന്നെ ഒന്ന് റിക്കവറി ആയിട്ട് വന്ന് ഒന്ന് റിലാക്സ് ആയിട്ട് വേണം നമ്മൾ അടുത്ത പരിപാടിക്ക്. അപ്പൊ അടുത്ത പരിപാടി അതാണ് വീണ്ടും നമ്മൾ ചായയിലോട്ടാണ് പോകുന്നത്. നമ്മുടെ ഉമ്മ ഓൾറെഡി ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ നമ്മളിനി കുടിച്ചാൽ മതി, അങ്ങനത്തെ ഒരു രീതിയിലാണ് ഉള്ളത്. അപ്പൊ ഞാനിത് വീണ്ടും ഉലരുന്നുണ്ട്. എന്തിനോ ഞാൻ ഉലരുന്നുണ്ട്. ഇവിടെ ഉമ്മ ചായക്കുള്ള ഏർപ്പാടൊക്കെ ചെയ്ത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ സാധനം വീണ്ടും വീണ്ടും കാണുന്നത്. ഇത് ഞാൻ എപ്പോൾ കാണുമ്പോഴും ഞാനിങ്ങനെ ആലോചിക്കും, ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യണം. പക്ഷെ എന്നെ കൊണ്ട് നടക്കുന്നില്ല. എനിക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു വൈബ് കിട്ടുന്നില്ല. ഓക്കെ, അതെന്ത് തന്നെ ആയിക്കോട്ടെ. പിന്നെ നമ്മൾ ചായൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് പോപ്കോൺ ഉണ്ടാക്കാമെന്ന് നമ്മൾ വിചാരിച്ചു. അങ്ങനെ പിന്നെ ഞാനാണ് പോപ്കോൺ ഉണ്ടാക്കുന്നത്. എൻ്റെ വൈബ് ട്രാക്കിൽ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഞാൻ തന്നെ ഉണ്ടാക്കി തരാം ഉമ്മ എന്നൊക്കെ പറഞ്ഞ് ഉമ്മാനെ കൊണ്ട് ഞാനിതാ പൊട്ടിച്ച് ഇടുന്ന രംഗമാണിത്. കാരണം എനിക്ക് വീഡിയോ എടുക്കണമല്ലോ. സോ ഞാൻ ഉമ്മാനോട് അത് പറഞ്ഞു. അങ്ങനെ പിന്നെ അത് ഉമ്മ അതിന് റൂഹ് മൊത്തം പിഴിഞ്ഞെടുത്തിട്ട് കുക്കർ ഇപ്പം അടക്കം തോന്നുന്നു. അടച്ചിട്ടില്ലല്ലോ ചേരാ. അടക്കുന്നു. അപ്പൊ അതെന്തായാലും അതിന്റെ പണി നടക്കട്ടെ. അങ്ങനെ ഞാൻ അതുണ്ടാകുന്നത് വരെ പുറത്തിങ്ങനെ ഉലരുന്നു. അപ്പോഴാണ് ഗൈസ് ഒരു കോഴിയും ഉമ്മയും. ഇവർക്ക് വലിയൊരു നേട്ടത്തിന്റെ കഥ തന്നെ ഇവരുടെ പിന്നിലുണ്ട്. എന്താണെന്നല്ലേ ഞാൻ പറഞ്ഞുതരാം. ഈ കോഴിത്തള്ള ഒരു ദിവസം 15 മുട്ടയിട്ട് മുട്ട വിരിഞ്ഞ് 15 കുട്ടികളുണ്ടായി. നമ്മുടെ ഇവിടുത്തെ സുരക്ഷിതയില്ലായ്മ കൊണ്ട് ഞങ്ങൾ അതിനെ ഒരു കൂട്ടിലാക്കി 15 എണ്ണത്തിനെയും നമ്മൾ സേഫ് ആക്കി വളർത്തി പോന്നു. കോഴിക്കുഞ്ഞുങ്ങൾ എല്ലാവരും തന്നെ ഒരുമിച്ച് സന്തോഷമായിട്ട് കൂട്ടിൽ കഴിയുമ്പോഴും ഈ തള്ളക്കോഴിയാണെങ്കിൽ അതിനെ ചുറ്റിപ്പറ്റിക്കൊണ്ടേയിരുന്നു. ഒരു മാസം വരെ അതിനെ മറക്കാൻ പറ്റാണ്ട്, അതായത് മക്കളെ മറക്കാൻ പറ്റാണ്ട് തള്ളക്കോഴി ഇങ്ങനെയുണ്ട്. കാരണം നോർമലി നമ്മുടെ ഇവിടെ എൻ്റെ വീട്ടിൽ കോഴിക്കുഞ്ഞുങ്ങളെ ഇങ്ങനെ സേഫായിട്ട് ഇരുത്തുമ്പോഴും ഉണ്ടല്ലോ മറ്റുള്ള തള്ളക്കോഴി 2-3 ദിവസം നിൽക്കും. പക്ഷെ 4-ാമത്തെ ദിവസം ഓരത് മറന്ന് ഓരിഞ്ഞ് ഓരോ വഴിക്ക് പോകും. എന്നാൽ ഈ തള്ളക്കോഴി അങ്ങനെ ഒന്നും പോയില്ല. ഒരു മാസം 2 മാസം ഇട്ടുകൊണ്ടും അതിന്റെ കൂടിനങ്ങനെ വലയം വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം കുറേ എണ്ണം ചത്തു. ഒരെണ്ണം മാത്രമേ ബാക്കിയുള്ളൂ. അത് അവസാനം അതിന്റെ സ്വന്തം ഉമ്മനെ കണ്ട് അവരൊറ്റ കൂട്ടായി ഇപ്പൊ നടപ്പാണ്. ഓക്കെ, കോഴീനെ വഴിക്ക് പോട്ടെ. നമ്മളിതാ ബാക്ക് ടു വ്ലോഗിലേക്ക് വരാം. അപ്പൊ നമ്മളിതാ പോപ്കോണൊക്കെ സെറ്റായി പാത്രത്തിലൊക്കെ ആക്കി ഞാനിതാ മുറ്റത്തോട്ട് പോവാണ്. നമ്മുടെ മെയിൻ സ്പോട്ട്, അതായത് നമ്മൾ ചായ കുടിക്കുന്ന നമ്മുടെ ഫേവറേറ്റ് സ്പോട്ട് എന്ന് പറയുന്നത് ഈ ഒരു സ്പോട്ടാണ്. അങ്ങനെ ഞാനും ഉമ്മയും ആസ്വദിച്ച് ചായ കുടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ചുറ്റിലുള്ള ഓരോ കാഴ്ചകളിലേക്ക് നിന്ന് കണ്ണോടിക്കുമ്പോഴാണ് ഇവിടെ ഒരുത്തനുണ്ട് കയറ് പൊട്ടിക്കുന്നു ഗൈസ്. എന്തിനാന്നല്ലേ, പലഹാരം നമ്മൾ കഴിക്കുന്നത് കാണുമ്പം അവൻ എന്ത് കഴിക്കുന്നതാണെങ്കിലും അത് അവന് വേണം. അങ്ങനത്തെ ഒരു പിടിവാശിക്കാരനാണ് നമ്മുടെ വാവാട്ടി. അങ്ങനെ ഒരെണ്ണം കൊണ്ട് അവന് കൊടുത്തപ്പോ പിന്നെ അവൻ അടങ്ങി. പിന്നെ അവൻ അത് കുറച്ചുകൊണ്ടേ ഇരുന്നു. അങ്ങനെ ഞാൻ ചായയൊക്കെ കുടി കഴിഞ്ഞ് ഒരു കുളി പാസ്സാക്കാന്ന് വിചാരിച്ചതാ കുളിക്കാൻ പോവാണ്. കുളി കഴിഞ്ഞ് വന്ന് റെഡി ആയിട്ട് ഒരു പര്യടനത്തിനുള്ള ഒരു ആവേശത്തിലാണ് ഞാനിപ്പോൾ. അങ്ങനെ ഞാനും ജിജിയും ആസുനും നമ്മൾ 3 പേരും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആസു ആണെങ്കിൽ ഇടയിൽ വ്ലോഗ് എടുത്തോണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരുടെ വൈബ് വിട്ട് ഒരു കളിയുമില്ല. അങ്ങനെ നമ്മൾ ലൈറ്റ് ഹൗസിൽ എത്തിയിട്ടുണ്ട്. ഞാനിതാ അവിടുത്തെ ഓരോരോ കാര്യങ്ങളും ഓരോരോ മൊമെന്റ്സുകളൊക്കെ ക്യാപ്ചർ ചെയ്യുന്ന തിരക്കിലാണ്. എന്ത് തന്നെ ആയാലും നമ്മൾ എത്ര പ്രാവശ്യം പോയാലും ഓരോ തവണ വരുമ്പോഴും ഓരോ വ്യത്യസ്തമായിട്ടുള്ള ഒരു വൈബ് തന്നെയാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഞാനിത് ആസ്വദിച്ചു തന്നെ ഇരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മെട്ടുപൂച്ച ഞാൻ ചുമ്മാ ഇട്ട പേരാണ്. അതിനിപ്പോ ഞാനിപ്പോ എന്താ വിളിക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ വിളിക്കാം. ഞാൻ വെറുതെ ഒന്ന് ചുറ്റു ആക്കിയപ്പോഴത്തേനും അവൻ വായിലെ തെറിയൊക്കെ പറഞ്ഞിട്ട് തിരിഞ്ഞ് നടക്കുന്ന രംഗമാണ് ഇത്. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ ഇപ്പുറത്തെ ആസു വീണു ഗൈസ്. സ്കേറ്റിങ്ങിന്റെ ഇടയിൽ വീണു.
നമ്മള് ഞാൻ അതൊക്കെ കുഴപ്പമില്ല, എണീക്കെന്നൊക്കെ പറഞ്ഞ് ചിയറപ്പൊക്കെ ചെയ്തിട്ട് ഞാനിതാ വീണ്ടും വീഡിയോസ് എടുത്തോണ്ടിരിക്കുകയാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ശയനം തന്നെയാണ് ഇവിടെ. എന്ത് രസല്ലേ. അല്ലേലും നമ്മുടെ നാട് അല്ലെങ്കിൽ നമ്മുടെ വീട് പരിസരങ്ങൾ അതൊക്കെ ഒരു വൈബ് തന്നെയാണല്ലേ. കാരണം നല്ലൊരു ശാന്തി, സമാധാനം, സ്വസ്ഥം എന്നൊക്കെ പറയുന്നത് അത് നമ്മുടെ നാട്ടില് അല്ലെങ്കിൽ വീട്ടിലൊക്കെ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെ വിചാരിച്ചു ആ സൈഡിൽ നിന്ന് നോക്കിയാലോ, ബീച്ചാണോ അതോ കല്ലാണോ എന്ന് നമ്മളൊന്ന് നോക്കിയിട്ട് വരാന്ന് വിചാരിച്ചു. സാധാരണ അവിടെ മണ്ണ് ഉണ്ടാവാറുണ്ട്, പക്ഷെ ഇപ്പൊ എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തിടുക്കം കൂട്ടി അങ്ങോട്ടേക്ക് പോകുന്നത്. ബൈ ദ വേ, അവിടെ നമ്മൾ ശശിയാക്കിയിരിക്കുന്നു. അവിടെ ഫുള്ള് കല്ലാണ്, അവിടെ മണ്ണൊന്നുമില്ല. നമ്മൾ പിന്നെ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റിക്കറങ്ങി എന്നിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് ചെന്നു. തിരിച്ചു. ബാങ്ക് വിളിക്കുന്ന സമയം എന്തായാലും ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ വിചാരിച്ചു ഇനി അധികം ലേറ്റ് ആവണ്ട, പോവാന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ എന്തായാലും തിരിച്ചു. അങ്ങനെ ആ റൈഡിന് ശേഷം ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിലെത്തി ഇങ്ങനെ ഇരിക്കുകയാണ്. കുറച്ചിങ്ങനെ കാറ്റ് കൊള്ളാലോ എന്നൊക്കെ വിചാരിച്ചു. കാറ്റ് കൊണ്ടിട്ടാ വന്നത്, എന്നാലും ഒരു കാറ്റ് കൊള്ളല്ലോ. അങ്ങനെ അധികം നേരം വൈകിയില്ല. അപ്പോഴാണ് നൈറ്റ് നമ്മള് നാളത്തെ കല്യാണ വീട്ടിലേക്ക് പോകുന്ന കാര്യം ഇവര് പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ ശരി, നമുക്ക് പോയിട്ട് വരാമെന്ന് ഞാനും വിചാരിച്ചു. അങ്ങനെ നമ്മൾ കല്യാണ വീട്ടിലേക്ക് പോകുന്ന രംഗമാണിത്. ഞാൻ ഒരുപാട് വാക്കുകൾ ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നലുണ്ട്. തോന്നലല്ല, ആണ്. പക്ഷെ അത് കാര്യമാക്കണ്ട, മാറിക്കോളും. അങ്ങനെ നമ്മളിത് ആ കല്യാണ വീട്ടിലെത്തിയിട്ടുണ്ട്. അവിടുത്തെ വൈബുമായിട്ടൊക്കെ നമ്മളിങ്ങനെ ആസ്വദിച്ച് നിൽക്കുകയാണ്. ഒരു രസമാണല്ലോ, നമ്മൾ കുറെ കുടുംബക്കാരൊക്കെ ഒന്നിക്കുന്നതും ഇതാകുന്നതും സംസാരിക്കുന്നതും. കുറെ നാളുകൾക്ക് ശേഷം പലരും നമ്മളൊന്ന് കണ്ടു, സംസാരിച്ചു. അങ്ങനെ ഒരു ഇതിലാണ് നമ്മളവിടെ അവസ്ഥകളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ നിൽക്കുന്നതാണ് നമ്മളെ മണവാട്ടി പെണ്ണ്. നമ്മളെ മണവാട്ടി പെണ്ണ് തിരക്കിലാണ്. കാരണം അവിടെ ഇവിടെ ഓടിച്ചാടി നടക്കാനുള്ള ഒരു സിറ്റുവേഷൻ ആണല്ലോ. അതുകൊണ്ട് തന്നെ നമ്മളവിടെ നൈസായിട്ട് വീഡിയോസ് ഒക്കെ എടുത്തു. പിന്നെ നമ്മളെ ചായ കുടിക്കുന്ന നേരമാണ്. നമ്മളങ്ങനെ ചായയൊക്കെ കുടിച്ചു. പിന്നെ നമ്മൾ ചായയൊക്കെ കൂടി കഴിഞ്ഞിട്ട് നമ്മളിത് ആ റൂം നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. ഈ കാണുന്നൊക്കെ നമ്മുടെ കസിൻസ്, നമ്മളെ സ്വന്തം ആൾക്കാരൊക്കെ തന്നെയാണ്. അപ്പം അങ്ങനെ നമ്മളിത് ആ റൂമിലോട്ട് എൻട്രി ആയി. എന്തോ AC ഒക്കെ ഓൺ ആയതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു. കാരണം അത്ര ചൂടുള്ള ഒരു സമയത്ത് നല്ലൊരു സുഖമുള്ള തണുപ്പ്, അതൊക്കെ ആസ്വദിച്ച് നമ്മളിതാ തിരിച്ചു പോവാണ്. പിന്നെ ഞാൻ വിചാരിച്ചു ഈ പൂക്കളൊക്കെ നല്ല രസമുണ്ട്. പിന്നെ അതിന്റെയും ഒട്ടൊരു കുറവ് വരുത്തണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഫ്ലവേഴ്സ് വേസിന്റെ ഫോട്ടോസൊക്കെ വീഡിയോസൊക്കെ ഞാൻ എടുത്തിങ്ങനെ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞാനിതാ ഫൈനലി വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇനി ഒന്നുമില്ല, കുളി പാസ്സാക്കണം, കിടന്നുറങ്ങണം, അത്ര തന്നെ. അപ്പം എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഗായ്സ്.